ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലോട്ട് എന്നുള്ള ഈ ഒരു ഡിസ്കഷൻസ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇത് ആക്ച്വലി നടന്നത്? ഓക്കെ, FC ഗോവ, നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടീം FC ഗോവ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷനിലോട്ട് ക്വാളിഫൈ ആയി. ഓക്കെ, ഈ ഒരു FC ഗോവക്ക് അൽ നസറിനെ കിട്ടാൻ നല്ലപോലെ ചാൻസ് ഉണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. അൽ നസറും FC ഗോവയും AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ സെയിം ഗ്രൂപ്പിലായി അവർ. ഓക്കെ, ഈ ഒരു AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒക്കെ ഫോർമാറ്റില്ലേ, അതുപോലത്തെ ഒരു ഫോർമാറ്റ്. അതായത് ഒരു ടീമിന് ഓപ്പോസിറ്റ് ടീമുമായിട്ട് ഒരു ഹോം മാച്ച് ഉണ്ടാവും, ഒരു അവേ മാച്ച് ഉണ്ടാവും. അതായത് അൽ നസറിന് FC ഗോവയുമായിട്ട് ഒരു ഹോം മാച്ച് ഉണ്ടാവും, ഒരു അവേ മാച്ച് ഉണ്ടാവും. ഒന്ന് അൽ നസറിൻ്റെ ഹോം സ്റ്റേഡിയത്തിലായിരിക്കും, ഒന്ന് ഗോവയുടെ ഹോം സ്റ്റേഡിയത്തിലായിരിക്കും. അപ്പം ഗോവയുടെ ഹോം മാച്ച് അവിടെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ. ഫത്തോഡ സ്റ്റേഡിയം ഇന്ത്യയിലാണ്. അതാണ് ഇന്ത്യയിലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു എന്ന് ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുന്നത്. അതായത് അൽ നസർ ടീം എന്തായാലും FC ഗോവനായിട്ട് കളിക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വരും. ഓക്കെ, അത് കൺഫേം ആണ്. പക്ഷേ ഇതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത് ആ സമയത്ത് അൽ നസർ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് റൊണാൾഡോ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. കാരണം റൊണാൾഡോയുടെ കോൺട്രാക്റ്റിൽ ഓൾറെഡി ഉണ്ട്. അദ്ദേഹം പല അവേ മാച്ചസും കളിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 40 വയസ്സായി റൊണാൾഡോക്ക്. അദ്ദേഹം എത്രത്തോളം ഫിസിക്കലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് ഫിസിക്കലി എത്രത്തോളം പ്രശ്നങ്ങൾ വരും എന്നുള്ളതും പറയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളെയുണ്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതൊന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് ഇഷ്യൂ, അദ്ദേഹത്തിന് എത്രത്തോളം ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എത്രത്തോളം ക്രൗഡ് അദ്ദേഹത്തിന് പുൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അപ്പോൾ ഈ ഒരു കൺട്രിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണെന്ന് അവർക്കൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ റൊണാൾഡോക്ക് ഓഫ് കോഴ്സ് ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി, ഇത്രയധികം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി, ഈ ഒരു സ്ഥലത്ത് റൊണാൾഡോക്ക് എന്തായാലും അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടാവും റൊണാൾഡോക്ക് മാത്രമായിട്ട്. അതൊക്കെ പാടെ റൊണാൾഡോക്ക് വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്രൗഡ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് റൊണാൾഡോ വരാൻ ചാൻസ് ഭയങ്കരമായിട്ട് കുറവാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കുറേ ക്രൗഡ് പുൾ ചെയ്തുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പല ഫംഗ്ഷൻസിലായാലും പല സ്ഥലത്ത് പോകുന്നതിലൊക്കെ ആയാലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ, സംശയത്തിലാണ്. വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. ആ സമയത്ത് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടെങ്കിൽ അദ്ദേഹം വരും. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോവൻ സൈഡിലുള്ളവർക്കൊക്കെ കാണാം. പിന്നെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോനെ നേരിട്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇത് AFC ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ഡിവിഷനും കൂടിയാണ്. ഓക്കെ, AFC ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് ഡിവിഷൻ അല്ല. റൊണാൾഡോ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം റൊണാൾഡോ ചിലപ്പോൾ അൽ നസർ വിടും എന്നുള്ളൊക്കെ റൂമേഴ്സൊക്കെ വന്നിരുന്നു. അതിന് മെയിൻ കാരണം ഇതായിരുന്നു. അൽ നസർ AFC ചാമ്പ്യൻസ് ലീഗിലോട്ട് പോലും ക്വാളിഫൈ ആയിട്ടുള്ള അവരുടെ മെയിൻ ഇതായിട്ട്. ചിലപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ആണ് എന്നുണ്ടെങ്കിൽ മേ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലോട്ട് വന്നേനെ, കൺഫേം ആയിട്ട് വന്നേനെ. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നെയ്മർ ജൂനിയറിൻ്റെ അൽ ഹിലാലും മുംബൈ സിറ്റി FCയും സെയിം ഗ്രൂപ്പിലായിരുന്നു. നെയ്മർ ഓഫ് കോഴ്സ് അദ്ദേഹം ഫിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നെയ്മർ ഇന്ത്യയിലോട്ട് വന്നേനെ, മുംബൈ സിറ്റിക്കെതിരെ ഓഫ് കോഴ്സ് അദ്ദേഹം വന്നേനെ. പക്ഷേ നെയ്മർ ആ സമയത്തിന് ഇഞ്ചുറി ആയതുകൊണ്ടാണ് നെയ്മർ ആ സമയത്ത് വരാതിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഫസ്റ്റ് AFC ചാമ്പ്യൻസ് ലീഗ് ഡിവിഷൻ അല്ല, സെക്കൻഡാണ്. അപ്പോൾ റൊണാൾഡോയെ മാക്സിമം അവരുടെ ആ ഒരു ലീഗ് റേസിലൊക്കെ ആയിരിക്കും റൊണാൾഡോയെ കളിപ്പിക്കുക. ഇതുപോലത്തെ ചെറിയ മാച്ചസിലൊന്നും ചിലപ്പോൾ മേ ബി കളിപ്പിക്കില്ല. ചാൻസ് വളരെ കുറവാണ്, മെയിൻ AFC ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാണ്, റിസർച്ച് ചെയ്തപ്പോൾ അതാണ് മനസ്സിലായത്. ഇപ്പോൾ അവർ പ്രോപ്പർ പുതിയ പ്ലാനോട് കൂടിയാണ് അൽ നസർ വന്നിട്ടുള്ളത്. അവരവരുടെ കോച്ചിനെ മാറ്റിയിട്ടുണ്ട്, ഓർഗെ ഹീസസിനെ മാറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ 2 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, 2027 വരെ. ഓക്കെ, അദ്ദേഹം പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ 2027 വരെ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ കുറേ ട്രാൻസ്ഫേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് അൽ നസറിൻ്റെ. വേറൊന്ന് ഫെലിക്സ്, പിന്നെ അതുപോലെ തന്നെ കിങ്സ്ലി കുമാൻ, ഇനീഗോ മാർട്ടീനസ്, അങ്ങനെ എത്ര ട്രാൻസ്ഫേഴ്സാണ് അവരുടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പ്രോപ്പർ ഒരു പ്ലാൻ തന്നെ. ഈ കാരണം ഇവരൊക്കെ ചിലപ്പോൾ മേ ബി ഉണ്ടാവും. ഈ ഇനീഗോ മാർട്ടീനസ്, കിങ്സ്ലി കുമാൻ, ഫെലിക്സ്, ഇവരൊക്കെ ചിലപ്പോൾ മേ ബി ഉണ്ടാവും. റൊണാൾഡോ ഉണ്ടാവാൻ ചാൻസ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ആ സമയത്ത് സ്ക്വാഡിലുണ്ടെങ്കിൽ അന്ന് ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാവർക്കും കാണാം. അത്രയൊക്കെ തന്നെ. സോ താങ്ക് യു സോ മച്ച്.